ഈ മൂദേവി എവിടെ പോയി കിടക്കുമായിരുന്നു ഇത്രയും നേരം? എത്ര നേരമായി തൊള്ള തുറന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട്? അത് ഞാൻ അഞ്ജു ചേച്ചിയുടെ റൂം വൃത്തിയാക്കുകയായിരുന്നു. എന്നിട്ട് കഴിഞ്ഞോ? കഴിഞ്ഞു അമ്മായി. എന്നാൽ പോയി അടുക്കള വൃത്തിയാക്കാൻ നോക്ക്. പിന്നെ വൈകിട്ടേക്ക് വല്ലതും ഉണ്ടാക്കിക്കോ. ശരി അമ്മായി. ഡി കറുമ്പി, എന്താടി വിളി കേൾക്കാൻ ഇത്ര താമസം? എന്താ കുറുമ്പിന്ന് വിളിച്ചത്? ഇഷ്ടപ്പെട്ടില്ലേ? എന്താ ചേച്ചി കാര്യം? എൻ്റെ ഡ്രസ്സ് അവിടെ എടുത്ത് വെച്ചൊക്കെ ഒന്ന് തേച്ചു വെച്ചേക്ക്. എന്നിട്ട് മതി ഇവിടെ ഒതുക്കൽ. കാത്തു റൂമിലേക്ക് കയറിപ്പോയതും ശ്രീലക്ഷ്മി അവൾക്ക് പുറകെ നടന്നു. കാത്തു പിന്നെ നല്ല പോലെ തേച്ചു വെച്ചിറങ്ങിയതും ശ്രീലക്ഷ്മി ഇസ്തിരിപ്പെട്ടി ചൂടാക്കി അതിൻ്റെ മേലു വെച്ചു. പിന്നെ അവൾ കാർത്തികയെ വിളിച്ചലറി. എന്താ ചേച്ചി, എന്തു പറ്റി? എന്താടി ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്? അയ്യോ ചേച്ചി, ഡ്രസ്സ് എങ്ങനെ കരിഞ്ഞു? എന്താ മോളെ, എന്താ പ്രശ്നം? അമ്മേ, ഇവൾ എൻ്റെ ഡ്രസ്സ് നാശാക്കി. എൻ്റെ ഈശ്വര, എത്ര വിലയുണ്ടെന്ന് അറിയുമോ? അമ്മായി, ഞാനല്ലാതെ ചെയ്തത്. പിന്നെ ആരാടി അത് ചെയ്തത്? എനിക്കറിയില്ല അമ്മായി, ഞാനല്ല ചെയ്തത്. പിന്നെന്നിട്ട് മരിച്ചു പോയ തന്തയും തള്ളയുമാണോ ചെയ്തത്? അമ്മേ, ഇവളെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. ആ ഇസ്തിരിപ്പെട്ടി ചൂടാക്കി കയ്യിലേക്ക് വെച്ചേക്ക്. വേണ്ട, എന്നൊന്നും ചെയ്യല്ലേ. ശ്രീലക്ഷ്മി അവളെ പുച്ഛത്തോടെ നോക്കി അവളുടെ കയ്യിൽ ഇസ്തിരിപ്പെട്ടി വെച്ചതും അവൾ അലറിക്കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി. ലച്ചു, നീ തന്നെയല്ലേ ഡ്രസ്സും കേടാക്കിയത്? അതെ. എന്നാലും എത്ര വിലയുള്ളതാ. ഡ്രസ്സ് ഇനിയും വാങ്ങാലോ അമ്മേ. എന്തായാലും പെണ്ണിൻ്റെ കൈ നന്നായി പൊള്ളിയിട്ടുണ്ട്. പൊള്ളിയാലും ആരും കാണാൻ പോകുന്നില്ല. കറുമ്പി പെണ്ണല്ലേ, അവളുടെ നിറമാണെന്ന് എല്ലാവരും കരുതിക്കോളും. അച്ഛൻ വന്ന എന്തു പറയും മോളെ? അവൾ നമ്മുടെ പേര് പറയുമോ? പറഞ്ഞാലേ അവളെ ഞാൻ കൊല്ലും. അത് അവൾക്ക് നന്നായി അറിയാം. പിന്നെ നമ്മളെ പേടിച്ച് അവൾ പറയാൻ പോകില്ല. പിന്നെ നവീൻ വിളിച്ചിരുന്നു. ഏട്ടൻ വരുന്നുണ്ടോ അമ്മേ? നാളെ എത്തും. അപ്പോൾ കുറച്ച് ദിവസം ഏട്ടനിവിടെ ഉണ്ടാവുമല്ലേ? ഇല്ല, 2 ദിവസത്തിനാണ് വരുന്നത്. ഈ സമയം കാത്തു കയ്യിലേക്ക് നോക്കി. പിന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് വേഗം ഓൾമെന്റ് തേച്ചു. ഡി പെണ്ണെ, ഇവിടെ ഇരുന്ന് മൂങ്ങുവാണോ? മറ്റേതൊക്കെ എഴുന്നേറ്റ് വരാൻ നോക്ക്. ചേച്ചി, എനിക്ക് തീരെ വയ്യെന്ന് പറഞ്ഞിരുന്നാലേ 2 ദിവസം പട്ടിണി കിടത്തും. അതുകൊണ്ട് എഴുന്നേറ്റ് വരാൻ നോക്ക്. അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അടുക്കളയിലേക്ക് നടന്നതും അവിടെ വൃത്തിയാക്കി വൈകിട്ടേക്കുള്ള ഉണ്ടാക്കി അവൾ പുറത്തേക്കിറങ്ങി. അമ്മേ, എന്താ ലച്ചു? അച്ഛൻ വന്നു. എന്ന് നീ പോയി അച്ഛൻ്റെ ഒപ്പം നിൽക്ക്. പിന്നെ ആ പെണ്ണിനോട് സ്നേഹത്തോടെ പെരുമാറിയാൽ മതി അച്ഛൻ്റെ മുൻപിൽ. അതൊക്കെ എനിക്കറിയാം അമ്മേ. അതുകൊണ്ട് ഞാൻ വേണ്ട പോലെ ചെയ്തുകൊണ്ട് അമ്മ അവളെ വിളിച്ചു വാ. ശരി ശരി. അച്ഛാ. ലച്ചു, എങ്ങനെ പോണു പഠിപ്പ്? കുഴപ്പമില്ല അച്ഛാ. കാത്തുമോൾ എവിടെ? വലിയച്ഛ, ഞാനിവിടെയുണ്ട്. മോള് കരഞ്ഞോ? മുഖമെല്ലാം വല്ലാതിരിക്കുന്നത്. അത് കണ്ണിൽ പൊടി പോയതാ. അച്ഛാ, ഇനി എന്നാ തിരിച്ചു പോവുക? നാളെ കഴിഞ്ഞാൽ പോകണം. മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നവീൻ നാളെ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് എനിക്ക് പോകണം. എന്ന് നിങ്ങൾ ഫ്രഷായി വാ, ഞാൻ കഴിക്കാൻ എടുക്കാം. അമ്മ അങ്ങോട്ട് വന്ന് പറഞ്ഞു. ശരിയെന്നാ. ഡി പെണ്ണേ. എന്താ അമ്മായി? പോയി എല്ലാം കൊണ്ടുപോയി വെക്ക്. അമ്മായി, ഒന്നുകൊണ്ട് വെക്കുമോ? കൈ നല്ല വേദന. എന്നാ നിന്റെ വേദന ഇപ്പം ഞാൻ കുറച്ച് തരാം. അങ്ങോട്ട് വാടി. അമ്മായി, എന്നെ വിട്. ചി, മിണ്ടാതിരിക്കടി. ഇത് പറഞ്ഞ് അവളുടെ വാ പൊത്തി പിടിച്ചതും അവളുടെ കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു കാത്തു വേദന സഹിക്കാനാവാതെ കരഞ്ഞുപോയി. ദേവകി, കാത്തുമോളെവിടെ? അവൾക്ക് ഭക്ഷണം വേണ്ട, അതുകൊണ്ട് കിടന്നു എന്ന് പറഞ്ഞു. മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? വിഷമോ? എന്തിന്? അവൾക്കിവിടെ പരമസുഖമല്ലേ. ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. ഇപ്പോൾ അവൾ ഉറങ്ങിക്കാണും. അതുകൊണ്ട് ഇനി നാളെ കാണാം. നിങ്ങൾ കഴിക്ക്. ദേവ, എന്താ? നീ പാതിരാത്രിയാണോ കയറി വരുന്നത്? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. പിന്നെ അമ്മ എന്നുള്ള അധികാരമൊന്നും എൻ്റെ മേലെടുക്കണ്ട. പറഞ്ഞില്ലെന്ന് വേണ്ട. അവനത് പറഞ്ഞ് കയറിപ്പോയതും അവർ ദേഷ്യത്തിൽ റൂമിലേക്ക് നടന്നു. വേണുവേട്ടാ. എന്താ? നിങ്ങളുടെ മോനെ എന്നോട് പറഞ്ഞത് കേട്ടോ? നിന്നോട് ആരെങ്കിലും പറഞ്ഞോ അവനോട് പോയി ചൊറിയാൻ? ഏത് പെണ്ണിൻ്റെ കൂടെ കിടന്നാവോ കയറി വരുന്നത്? ഇന്നലെ ആ കാവ്യയുടെ കൂടെ ആയിരുന്നു. അവൻ്റെ കാര്യം നമ്മൾ അന്വേഷിക്കണ്ട. അതുകൊണ്ട് നീ കിടക്കാൻ നോക്ക്. നിങ്ങളുടെ മകനെ എൻ്റെ കാൽ ചുവട്ടിൽ കൊണ്ടു കിടത്തു ഞാൻ. അതെൻ്റെ വാശിയാ. പിന്നെ എന്തൊക്കെയോ തീരുമാനം വെച്ച് അവർ കിടന്നു. ഈ സമയം ദേവൻ റൂമിലെത്തിയതും എല്ലാം നിലത്തിട്ട് പൊട്ടിച്ചു. പിന്നെ അവൻ്റെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. പിറ്റേന്ന്. അമ്മേ, എന്താ ലച്ചു? അവളെവിടെ? ഇങ്ങോട്ട് വന്നിട്ടില്ല. നീ അവളുടെ റൂമിൽ പോയി നോക്ക്.
ലച്ചു കാർത്തികയുടെ റൂമിലെത്തിയതും അവൾ കിടന്നുറങ്ങുന്നത് കണ്ടൊരു ബക്കറ്റ് വെള്ളം അവളുടെ മേത്തേക്ക് ഒഴിച്ചു. കാർത്തു പെട്ടെന്ന് ചാടി എഴുന്നേറ്റതും ലച്ചു അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. എന്താടി നേരം വെളുത്തത് നീ അറിഞ്ഞില്ലേ? എഴുന്നേൽക്കാൻ വൈകിപ്പോയി ചേച്ചി. എന്നാ വേഗം അടുക്കളയിലേക്ക് പോ. കാർത്തു വേഗം തലയാട്ടി നടന്നതും ലച്ചു പുച്ഛച്ചിരിയോടെ റൂമിലേക്ക് നടന്നു. മോളെ, എന്താ അച്ഛ വിളിച്ചത്? ഞാൻ കാർത്തുമോളെയാ വിളിച്ചത്. ഒരു കാർത്തുമോള്? എൻ്റെ അച്ഛനെ മയക്കി വെച്ചിരിക്കുക ആ കറുമ്പി. എന്താ ലച്ചു ആലോചിച്ച് നിൽക്കുന്നത്? ഒന്നുമില്ല അച്ഛാ. എന്ന് നീ കാർത്തുമോളെ വിളിച്ചു വാ, ചിലത് പറയാനുണ്ട്. ശരി അച്ഛാ. ഡി കറുമ്പി. എന്താ ചേച്ചി? അച്ഛൻ വിളിക്കുന്നു. വലിയച്ഛ, എന്താ വിളിച്ചത്? മോൾക്കിവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല വല്യച്ഛ. എന്താ അങ്ങനെ ചോദിച്ചത്? വെറുതെ ചോദിച്ചതാ. പിന്നെ ദാ ഇത് മോള് വെച്ചോ, കുറച്ച് ഡ്രസ്സും പൈസയുമാണ്. അയ്യോ വലിയച്ഛ, എനിക്ക് പൈസയൊന്നും വേണ്ട. ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ. പിന്നെ ഞാൻ പോവുക. അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നവീനിന്ന് വരും. നിങ്ങൾ ഇറങ്ങാറായോ? അമ്മായി അങ്ങോട്ട് വന്ന് ചോദിച്ചു. ഇറങ്ങ്. അപ്പം ശരി. അയാൾ യാത്ര പറഞ്ഞ് കാറിൽ കയറിയതും ലച്ചു അവളെ നോക്കി. എന്ത് നോക്കി നിൽക്കാടി? അകത്തേക്ക് പോ. സർ. എന്താ? നമ്മുടെ ഒരു പ്രൊജക്റ്റ് ക്യാൻസലായി. വാട്ട്? സർ, ആരോ പിന്നിൽ നിന്ന് ചതിക്കുന്നുണ്ട്. ഇത് 3ാമത്തെ പ്രൊജക്റ്റാണ് ക്യാൻസൽ ആവുന്നത്. ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ സർ. സമ്മതിക്കില്ല ഞാൻ, എന്നെ തകർക്കാൻ നോക്കുന്നവരെ. പിന്നെ അവൻ എന്തൊക്കെയോ ആലോചിച്ചിരുന്ന് ലാപ്പിലേക്ക് നോക്കി. ഡി പെണ്ണേ. എന്താ അമ്മായി? പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവാ. ദാ ലിസ്റ്റ്. പൈസ? നിന്റെ കയ്യിൽ പൈസ തന്നിരുന്നില്ലേ? നിന്റെ പുന്നാര വല്യച്ഛൻ അതെടുത്ത് ചിലവാക്ക്. നവീനേട്ടാ. ലച്ചു സുഖാണോ? അതേ ഏട്ടാ. പിന്നെ എവിടെ നമ്മുടെ കാത്തു? എൻ്റെ ഏട്ടാ, അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ വല്ല വഴിയുണ്ടോ? അധികം വൈകാതെ അവളെ ഇവിടെ നിന്ന് ഇറക്കും. സത്യാണോ ഏട്ടാ? അതേടി മോളെ. അല്ല, അവളെവിടെ? കടയിലേക്ക് പോയി. എന്ന് ഞാനൊന്ന് ഫ്രഷായി വരാം. അല്ല, നിനക്ക് കോളേജില്ലേ? പോവുക ഏട്ടാ, വന്നിട്ട് കാണാം. ശരി മോളെ. ലച്ചു, പുതിയ ഡ്രസ്സാണല്ലോ. അച്ഛൻ വാങ്ങി കൊണ്ടുവന്നതാ. പിന്നെ നിങ്ങൾക്കറിയാലോ, ഞാൻ വില കൂടിയത് മാത്രമല്ലേ ഉള്ളൂ ഇടുകയെന്ന്. അപ്പോൾ ഇത് നല്ല വിലയുള്ളതാണോ? അത് നിനക്ക് കണ്ടാൽ അറിഞ്ഞൂടെ വില കൂടുതലുള്ളത് മാത്രമേ ലച്ചു ഇടുള്ളൂ എന്ന്. പെട്ടെന്നൊരു കാറ് ചേറിപ്പാഞ്ഞു ചെളി തെറിപ്പിച്ച് പോയതും അവൾ ദേഷ്യത്തിൽ ഡ്രസ്സിലേക്ക് നോക്കി. ലച്ചുവിൻ്റെ ഡ്രസ്സ് മൊത്തം നാശായല്ലോ. അവളുടെ ഫ്രണ്ട്സ് കളിയാക്കി ചിരിയോടെ പറഞ്ഞതും അവൾ അവരെ ദേഷ്യത്തിൽ നോക്കി. ലച്ചു സോറിടാ, അവളുടെ ഫ്രണ്ടായ ചിത്ര പറഞ്ഞു. എനിക്ക് ആ കാർ ഓടിച്ച ആളെ കയ്യിൽ കിട്ടണം. അവൾ വേഗം ഒരു ഓട്ടോ വിളിച്ച് കയറിയതും അവളുടെ ഫ്രണ്ട്സും കയറി. കാറിനെ ഫോളോ ചെയ്തൊരു സ്ഥലത്തെത്തിയതും അവർ ഓട്ടോയിൽ നിന്നിറങ്ങി. ലച്ചു ആ തിരിഞ്ഞു നിൽക്കുന്ന ആളാണ് ആ കാർ ഓടിച്ചത്. അവൻ്റെ മുഖം കാണുന്നില്ലല്ലോ. ദാ തിരിയുന്നു. പെട്ടെന്ന് അവൻ തിരിഞ്ഞതും ലച്ചു കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഡി, ഇത് ഇപ്രാവശ്യത്തെ യങ് ബിസിനസ്മാൻ അവാർഡ് കിട്ടിയ ആളല്ലേ, ദേവജിത്ത്? ഇനി ഇവൻ എൻ്റെയാ, എൻ്റെ മാത്രം. ലച്ചു പറഞ്ഞു നിർത്തിയതും അവളുടെ ഫ്രണ്ട്സ് അവളെ പകച്ചു നോക്കി. ഈ സമയം കാത്തുവിന് നവീൻ 2 കവിളിലും മാറി മാറി തല്ലി. അവൾ പേടിയോടെ അലറിക്കരഞ്ഞു. എന്താടി, വേദനിക്കുന്നുണ്ടോ? ഏട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ. എന്താടി, ഞാൻ നിന്നെ തൊട്ടപ്പോൾ പൊള്ളിയോ? അമ്മായി. ആരെയും അലറി വിളിക്കണ്ട. ഇവിടെ ഇപ്പോൾ ആരുമില്ല, ഞാനും നീയും മാത്രമേ ഉള്ളൂ. അവനിത് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് നീങ്ങി വന്നതും അവൾ പുറകിലേക്ക് നിരങ്ങി. അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചതും അവൾ അവനെ തള്ളി മാറ്റി. എൻ്റെ അടുത്തേക്ക് വരരുത്. വന്നാൽ നീ എന്ത് ചെയ്യും? ഇന്നെനിക്ക് നിന്നെ വേണം. എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോ. അവൻ അരികിലേക്ക് വരുന്നതിനനുസരിച്ച് അവൾ ബാക്കിലേക്ക് നീങ്ങി. അവസാനം അവളുടെ കണ്ണിൽ ഫ്ലവേഴ്സ് ഉടക്കിയതും അവൾ അതെടുത്ത് അവൻ്റെ തലയിലേക്ക് അടിച്ചു. അവൾ അവൻ്റെ അലർച്ച കേട്ടതും പേടിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി ഓടി. അവസാനം അവളുടെ റൂമിലെത്തി നിന്നതും അവൾ വാതിലടച്ച് പൊട്ടിക്കരഞ്ഞു. ഒപ്പം അവനെന്തെങ്കിലും പറ്റിയോ എന്ന ഭയം അവളുടെ ഉള്ളിൽ ഉടലെടുത്തു. പെട്ടെന്ന് ബെല്ലിൻ്റെ ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ മുറുക്കെ അടച്ച് വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. വാതിൽ തുറന്നതും മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ടതും കാർത്തു അവനെ കെട്ടിപ്പിടിച്ചു. നിച്ചുവേട്ടാ. എന്താ മോളെ, എന്തു പറ്റി? എന്തിനാ കരയുന്നത്? നവീനേട്ടൻ നിന്നെ അപകടപ്പെടുത്താൻ നോക്കിയോ? എന്നിട്ട് അവൻ എവിടെ? മുകളിൽ. നിച്ചു മുകളിലേക്ക് പോയതും കാർത്തു പുറകെ പോയി. മോളെ, എന്തെടുത്ത് അടിച്ചത്? അത് പിന്നെ വേറെ വഴിയില്ലാതിരുന്നപ്പോൾ
അതുകൊണ്ട് ഏട്ടാ ഞാൻ മോൾക്കറിയാതെ ഇവനിത് തന്നെ കിട്ടണം. എൻ്റെ ഏട്ടനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏട്ടാ നവീനേട്ടന് എന്തെങ്കിലും പറ്റിയോ? ഞാൻ ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുക. മോള് വാതിലടച്ചിരുന്നു. നിച്ചു നവീനെ കൊണ്ട് പോയതും കാത്തു റൂമിൽ തന്നെ ഇരുന്നു. ലച്ചു, നീ എന്തൊക്കെയാ പറയുന്നത്? ദേവജിത്ത് നിന്റെയാണെന്നോ? എൻ്റെ ആവും വൈകാതെ. എൻ്റെ കഴുത്തിൽ താലി ഒരാൾ കെട്ടുന്നുണ്ടെങ്കിൽ അത് ദേവജിത്ത് ആയിരിക്കും. നിങ്ങളും അറിയപ്പെടുന്ന ബിസിനസ് കുടുംബമല്ലേ, അപ്പം ചിലപ്പോൾ നടന്നേക്കും, ചിത്ര അവളോടായി പറഞ്ഞു. നടന്നേക്കുമെന്നല്ല, നടക്കും. പിന്നെ അവർ അവനെ കുറച്ചു നേരം നോക്കി നിന്ന് കോളേജിലേക്ക് വിട്ടു. നിച്ചു, നീ എപ്പോൾ വന്നു? കാത്തു നിന്റെ തലക്കടിച്ചപ്പോൾ നാണം ഉണ്ടോ ഏട്ടാ? ഒരു പെൺകുട്ടി അവളുടെ സമ്മതമില്ലാതെ തൊടാൻ. അവളെ ഞാൻ വെറുതെ വിടില്ല. എന്നാൽ ഇനിയും ഇതുപോലെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടും. എന്താ നവീൻ, വേദനയുണ്ടോ? ചെറുതായി ഡോക്ടർ. എന്നാൽ ഒരു ദിവസം ഇവിടെ കിടക്ക്, പിന്നെ ഡിസ്ചാർജ് ആകും. ഓക്കെ ഡോക്ടർ. എന്നാൽ ഏട്ടൻ ഇവിടെ കിടന്നു, ഞാൻ വീട്ടിലേക്ക് പോവുക. എനിക്ക് നിന്റെ സഹായം വേണ്ട, ഞാൻ വിളിച്ച വരാൻ ആളുകളുണ്ട്. നിങ്ങളൊന്നൊരു കാലത്തും നന്നാവില്ല, ഇനിയും കുറേ അനുഭവിച്ച് കൂട്ടും. പോടാ അവിടുന്ന്. നിച്ചു ദേഷ്യത്തിൽ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയത്. സാർ എന്തായി, ആളെ കണ്ടുപിടിച്ചോ? സാർ NSK കമ്പനിയിലേക്കാണ് ചോർത്തി കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ മാനേജർ റാം. അവനെ പൊക്കിയോ? പഴയ ഗോഡൗണിലുണ്ട്. നമുക്കെന്നാ അങ്ങോട്ടിറങ്ങാം. അവരവിടെ നിന്നിറങ്ങിയതും ഗോഡൗണിൽ വന്നിറങ്ങി. സർ, എന്നെ ഒന്നും ചെയ്യരുത്. ആർക്ക് വേണ്ടി ഇത് ചെയ്തു? അത് പിന്നെ പറയട പന്ന മോനെ. എനിക്കറിയില്ല, ഫോണിൽ മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളൂ. പെട്ടെന്നൊരു വെടിവെച്ച കേട്ടതും ദേവൻ തിരിഞ്ഞു. ഇവനെ വല്ല കാട്ടിലും കൊണ്ട് കളഞ്ഞേക്ക്, ഒരു തെളിവും കിട്ടരുത്. ശരി സർ. എന്താടി പെണ്ണെ, എൻ്റെ ഡ്രസ്സ് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? ആരാടിത് കയറിയത്? എനിക്കറിയില്ല ചേച്ചി. മുഖത്ത് നോക്കി നുണ പറയുന്നു നാശമേ. ഇങ്ങോട്ട് വാടി. അവളെ കുളത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയതും അതിലേക്ക് തള്ളിയിട്ടു. അവൾ വെള്ളത്തിൽ കൈകാലിട്ട് അടിക്കുന്നതും ഉയർന്നു പൊങ്ങുന്നത് കണ്ടതും അവൾ ദേഷ്യത്തോടെ ആരും കണ്ടില്ലെന്ന് ഉറപ്പുവരുത്തി റൂമിലേക്ക് നടന്നു. കാത്തു, കാത്തു, ഈ പെണ്ണിതെവിടെ പോയി? കാണാനില്ലല്ലോ. ഇനി കുളത്തിൽ പോയി കാണോ? തിരുമ്പാൻ വല്ലതും? നിച്ചു വേഗം കുളക്കരയിലേക്ക് നടന്നതും അവിടെ വെള്ളത്തിൽ താന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാത്തുവിനെ കണ്ട് അവൻ വേഗം വെള്ളത്തിലേക്ക് ചാടി. അവളെ ഒരുവിധം കരയിലെത്തിച്ചതും നിച്ചു അവളെ തട്ടി വിളിച്ചു. മോളെ കാത്തു, കണ്ണു തുറക്ക്. എൻ്റെ ഈശ്വര, എൻ്റെ മോൾക്ക്. അവൻ വേഗം അവളുടെ കൈയും കാലും ചൂടാക്കിയും വയറിൽ അമർത്തിയും അവൾ ചുമച്ച് കണ്ണുകൾ തുറന്നു. കാത്തു മോളെ. ഏട്ടാ വാ, ഹോസ്പിറ്റൽ പോവാം. വേണ്ടേട്ടാ. മോളെ, എങ്ങനെയാ നീ വീണത്? അത് ഞാൻ കാൽ വഴുതി. ലച്ചുവാണോ നിന്നെ തള്ളിയിട്ടത്? അല്ലേട്ടാ, ഞാൻ. വെറുതെ നുണ പറയാൻ നിൽക്കണ്ട, അവളോട് ഞാൻ ചോദിക്കട്ടെ. വേണ്ടേട്ടാ, പ്രശ്നത്തിനൊന്നും പോവണ്ട. നിന്റെ കയ്യിലെന്താ ഇത്? അത് പിന്നെ പറയാൻ. അതേട്ടാ, നിന്റെ കയ്യിൽ എങ്ങനെയാ ഈ പൊള്ളൽ വന്നതെന്ന്? അയൺ ബോക്സ് കൊണ്ട് പറ്റിയതാ. അമ്മയും ലച്ചുവും ആയിരിക്കുമല്ലേ ഇതിൻ്റെ പിന്നിൽ? ഏട്ടാ, അവരോടൊന്നും ചോദിക്കാൻ പോവണ്ട. നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ. നിച്ചു കാർത്തുവിനെ കൊണ്ട് അകത്തേക്ക് കയറിയതും ലച്ചുവിനെയും അമ്മയെയും വിളിച്ചലറി. നിച്ചു, നീ എപ്പോൾ വന്നു? ഇവളുടെ കയ്യിൽ എങ്ങനെയാ പൊള്ളൽ വന്നത്? അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? ലച്ചു, നീ പറയാ. എനിക്കറിയില്ല. നിച്ചു ഏട്ടാ, ഇതെൻ്റെ കൈ കൊണ്ട് തന്നെ ഇവ തട്ടിയതാ. അത് വിശ്വസിക്കാനേ ഞാൻ പൊട്ടനല്ല. ലച്ചു, നീ പറ. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ വീണ്ടും ചോദിക്കുന്നത്? അപ്പോഴേക്കും നിച്ചുവിൻ്റെ ഒരു അടി വീണിരുന്നു. ഡാ, നീ എന്നെ അടിച്ചു അല്ലേ? സത്യം പറഞ്ഞില്ലെങ്കിൽ നിനക്ക് ഇനിയും കിട്ടും. ഡാ, എൻ്റെ മോളെ നശൂലത്തിൻ്റെ പേര് പറഞ്ഞ് തല്ലിയാനുണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളോ? ഞാൻ നിൻ്റെ അമ്മയാ. അമ്മയാണെന്ന കാര്യം ഞാനിപ്പോൾ മറക്കുക, അതുകൊണ്ട് സത്യം പറഞ്ഞു. ലച്ചു നിന്നോടാ പറഞ്ഞത്. അവളൊന്നും മിണ്ടാതെ പുച്ഛിച്ച് നിൽക്കുന്നത് കണ്ടതും വീണ്ടും അവൾ കിട്ടുന്നു പൊട്ടിച്ചു. ഇനി പറ, അല്ലെങ്കിൽ ഇനിയും കിട്ടും. നിച്ചുവിൻ്റെ ദേഷ്യത്തിലുള്ള നിൽപ്പ് കണ്ടതും ലച്ചു സത്യം പറഞ്ഞു. 2 കിട്ടിയപ്പോൾ മണിമണിയായി പറഞ്ഞല്ലോ എൻ്റെ അനിയത്തി. അപ്പം ഞാൻ അടുത്തത് ചോദിക്കുന്നത് കൂടെ പറഞ്ഞു. ഇനി എന്താ? ഇവൾ ആരാ കുളത്തിലേക്ക് തള്ളിയിട്ടത്? കുളത്തിൽ തള്ളിയിട്ടെന്നോ? ആര്? നിങ്ങളുടെ മകളോട് തന്നെ ചോദിച്ചു നോക്ക്. എൻ്റെ മോൾ അങ്ങനെ ചെയ്യില്ല. ഡീ, സത്യം പറ, നീയല്ലേ ഇവളെ തള്ളിയിട്ടത്? ആ കുറ്റം എൻ്റെ തലയിൽ വെച്ചോ? അപ്പോഴേക്കും ഒരടിയും വീണു. ഡാ, മിണ്ടരുത് നിങ്ങൾ. ലച്ചു, ഇനിയും വാങ്ങണോ അത് സത്യം പറയണോ? ഞാൻ തന്നെയാ ഇവളെ കൊല്ലാൻ നോക്കിയത്. എനിക്ക് ദേഷ്യമായി ഇവളോട്. ഇവൾ നിൻ്റെ അനിയത്തിയല്ലേ മോളെ?
എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മോളില്ല. ഒരു വേലക്കാരിയുടെ വില ഉള്ളൂ എൻ്റെ മനസ്സിൽ ഈ കറുമ്പിക്ക്. ലച്ചു. ഏട്ടാ വേണ്ട പ്ലീസ്. കാത്തു അത് പറഞ്ഞ് റൂമിലേക്ക് ഓടിയതും നിച്ചു ലച്ചുവിനെ ദേഷ്യത്തിൽ നോക്കി പുറത്തേക്ക് നടന്നു. മോളെ, മുഖത്ത് വേദനയുണ്ടോ? നല്ല വേദന. ആ പെണ്ണ് കാരണം എൻ്റെ ഏട്ടൻ എന്നെ അടിച്ചത്. അവൾക്ക് ഇതിനുള്ളത് ഞാൻ കൊടുക്കും. വൈകാതെ. എല്ലാ സമയത്തും കൂടെ രക്ഷകനുണ്ടാവില്ല. അവൾക്കുള്ളത് നല്ലതുപോലെ കൊടുക്കാം. മോളിപ്പോൾ റെസ്റ്റ് എടുക്ക്. അമ്മായി. എന്തടി? ഞാൻ അമ്പലത്തിൽ പൊക്കോട്ടെ? വേണ്ട പ്ലീസ് അമ്മായി. പോവണ്ടെന്ന് പറഞ്ഞാൽ പോവണ്ട. എന്താ ഇവിടെ? ഏട്ടാ എനിക്ക് അമ്പലത്തിൽ പോവണം. മോള് പോയി വാ, നിന്നെ ആരും തടയില്ല. ഞാൻ വരണോ മോളെ? വേണ്ട ഏട്ടാ, ഞാൻ വേഗം വരാം. ഇരുട്ടാൻ നിൽക്കണ്ട. ശരി ഏട്ടാ. കാത്തു അമ്പലത്തിൽ വഴിയിലേക്ക് തിരിച്ചതും ലച്ചുവിൻ്റെ കൂട്ടുകാരി അവളുടെ അടുത്തേക്ക് വന്നു. ഡി കറുമ്പി, എന്താടി ഇവിടെ? ചിത്ര ചേച്ചി, ഞാൻ അമ്പലത്തിലേക്ക്. എന്നാൽ വേഗം തൊഴുതു പൊക്കോ, അല്ലെങ്കിൽ ഇരുട്ടത്ത് നീ പോകുന്നത് കണ്ട ആളുകൾ പേടിക്കും. അതുപോലെയല്ല നിന്റെ കറുപ്പ് നിറം. ചിത്ര അത് പറഞ്ഞ് കളിയാക്കി ചിരിച്ചതും അവളുടെ കൂടെ ഉള്ളവരും കാർത്തുവിനെ കളിയാക്കി ചിരിച്ചു. കാർത്തു വേഗം നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അമ്പലത്തിൽ കയറിയതും ദേവിക്ക് മുൻപിൽ തൊഴുതു നിന്നു. പെട്ടെന്ന് ആരുടെയോ ശബ്ദം കേട്ടതും കാത്തു കണ്ണു തുറന്നു. ഒരമ്മൂമ്മ വീഴാൻ പോയതും അവൾ വീഴാതെ പിടിച്ചു. അമ്മേ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ, കാൽ മടങ്ങി വീഴാൻ പോയതാ. അപ്പോഴേക്കും മോൾ പിടിച്ചു. വേദനയുണ്ടോ അമ്മേ? ചെറുതായി. അമ്മ എഴുന്നേൽക്ക്, ഞാൻ വീട്ടിൽ കൊണ്ടാക്കിത്തരാം. വേണ്ട മോളെ, കൂടെ ഡ്രൈവറുണ്ട്. എന്നെ കാറിൻ്റെ അടുത്ത് വരെ ആക്കി തന്നാൽ മതി. ശരി അമ്മേ. മോളുടെ പേരെന്താ? കാർത്തിക. അമ്മയുടെയോ? സരസ്വതി. അപ്പോഴേക്കും കാറിൻ്റെ അടുത്തെത്തിയിരുന്നു. ആ അമ്മയെ കയറ്റി അയച്ചു. പിന്നെ അവൾ വേഗം വീട്ടിലേക്ക് നടന്നു. ഇനി തനിക്ക് നേരിടാൻ പോകുന്ന ദുരന്തങ്ങൾ അറിഞ്ഞിരുന്നില്ല ആ പാവം ആ നിമിഷം. പിറ്റേന്ന്. ലച്ചു, നീ എന്താ ഇത്രയ്ക്ക് ഒരുങ്ങിയിട്ട്? ഇന്ന് ഞാൻ ദേവജത്തിനെ മീറ്റ് ചെയ്യാൻ പോവുക. മീറ്റ് ചെയ്യാനോ? അതെ. ദേവജത്തിൻ്റെ ഓഫീസിലേക്കാണോ? അല്ല, വീട്ടിലേക്ക്. ആദ്യം അവൻ്റെ വീട്ടുകാരെ മയക്കിയെടുക്കണം, അതിലൂടെ അവനെയും. അപ്പം നീ കോളേജിലേക്കില്ലേ? ഇല്ല. ലച്ചു, നീ ദേവജിത്തിൻ്റെ വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചോ? അന്വേഷിക്കാതെ പിന്നെ ഇന്ന് പോയി അവരെ എൻ്റെ കയ്യിലെടുക്കണം. ലച്ചു കാറിൽ കയറി പോയതും അവളുടെ ഫ്രണ്ട്സ് കോളേജിലേക്ക് പോയി. കാത്തുമോളെ. എന്താ നിശ്വേട്ടാ? മോൾക്ക് തുടർന്ന് പഠിക്കാൻ താല്പര്യമില്ലേ? +2 കഴിഞ്ഞൊരു വർഷമായില്ലേ? അമ്മായി സമ്മതിക്കില്ല ഏട്ടാ. നീ അവളെ പഠിപ്പിക്കാൻ നോക്കുകയാണോ? എന്നാൽ നടക്കില്ല. നിന്റെ അച്ഛൻ വരെ അവളെ പഠിപ്പിക്കാൻ നോക്കി, അതൊക്കെ ഞാൻ മുടക്കി. അതുപോലെ നീയും ഇവളെ പഠിപ്പിക്കാൻ നോക്കിയാലേ ഞാൻ മുടക്കും, അമ്മായി പറഞ്ഞു. അമ്മയ്ക്കെന്താ ഇവളോട് ഇത്ര ദേഷ്യം? ഇവൾ പഠിച്ചു എന്ന് വെച്ച് ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. ഇവിടുത്തെ വേലക്കാരിക്ക് അങ്ങനെ പഠിപ്പൊന്നും വേണ്ട. ഇനി ഇവൾ എന്നെ ധിക്കരിച്ച് പഠിക്കാൻ പോയാൽ അറിയാലോ എൻ്റെ സ്വഭാവം. പിന്നെ ഇവന് മുൻപിൽ കണ്ടു നിൽക്കേണ്ട കുറച്ച് കഴിഞ്ഞാൽ ഇവൻ അങ്ങോട്ട് പോകും. ഞാൻ ഒന്നിനും പോകുന്നില്ല അമ്മായി. അതാ നിനക്ക് നല്ലത്. അവളെ പുച്ഛിച്ചു പോയതും അവൾ നിച്ചുവിനെ നോക്കി. ഏട്ടാ, എനിക്ക് വേണ്ടി അമ്മായിയോട് വഴക്കിനൊന്നും നിൽക്കണ്ട. നിനക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ലേട്ടാ. അമ്മയെ പേടിച്ചാണോ ഇങ്ങനെ പറയുന്നത്? ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചാലും അമ്മായി അത് മുടക്കും. പിന്നെ എന്തിനാ ഞാൻ ആഗ്രഹിക്കുന്നത് ഏട്ടാ? ഞാൻ അടുക്കളയിലേക്ക് പോവട്ടെ, പണി കുറച്ചുകൂടെ ഉണ്ട്. ഞാൻ പുറത്തു പോവാം. നിനക്കെന്തെങ്കിലും വാങ്ങണോ? വേണ്ട ഏട്ടാ. ശരി. ഈ സമയം ലച്ചുവിൻ്റെ കാറ് ദേവരാഗം എന്ന വീട്ടിലെത്തിയതും അവൾ കാറിൽ നിന്നിറങ്ങി ചുറ്റും നോക്കി. പിന്നെ വീട്ടിലേക്ക് നടന്നു. ആരാ? മനസ്സിലായില്ല. ദേവജിത്തിൻ്റെ അമ്മയാണോ? അതെ. കുട്ടി ഏതാ? ഞാൻ NSK കമ്പനിയുടെ MDയുടെ മോളാണ്, ശ്രീലക്ഷ്മി. കേട്ടിട്ടുണ്ട് ആ കമ്പനിയെക്കുറിച്ച്. കയറി വരൂ. മോള് വന്നത്? ഈ വഴി പോയപ്പോൾ കയറിയതാണോ ആൻറ്റി? അങ്ങോട്ടെങ്കിലും പോവാൻ ഇറങ്ങിയതാണോ ആൻറ്റി? ഞാൻ ബ്യൂട്ടി പാർലറിലേക്ക് ഇറങ്ങിയായിരുന്നു. അല്ല മോളെ, ഗോൾഡൊന്നും ഇടാറില്ലേ? ആൻറ്റി എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, കയ്യിലും കഴുത്തിലും കണ്ടില്ല. ഞാൻ ഗോൾഡ് യൂസ് ചെയ്യാറില്ല. പിന്നെ കല്യാണത്തിന് വേണ്ടി കുറേ ഗോൾഡ് അച്ഛൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനാണ് എൻ്റെ തീരുമാനം. മുഴുവൻ സ്വർണമോ? അതെ. ഇവളെ ദേവിക്ക് വേണ്ടി ആലോചിച്ചാലോ? എന്നാൽ ഇവളുടെ മുഴുവൻ സ്വർണവും എൻ്റെ കയ്യിലാവും. എങ്ങനെയെങ്കിലും ഇവളെ വീട്ടിലേക്ക് കൊണ്ടുവരണം, ആ അമ്മ മനസ്സിലാലോചിച്ചു. തള്ളയ്ക്ക് ഓട്ടമുണ്ട്, എങ്ങനെ ഇല്ലാതിരിക്കും? പണത്തിനോടും പൊന്നിനോടും അല്ലേ ആർത്തി, ലച്ചുവും മനസ്സിലോർത്തു. മോളെ. എന്താ ആൻറ്റി? മോൾക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? എന്തായാലും കുഴപ്പമില്ല ആൻറ്റി. പിന്നെ അവർ കുറച്ചു നേരം സംസാരിച്ചിരുന്നതും അവൾ ഇറങ്ങി. ലച്ചു ദേവജിത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് എന്തായി?
അവൻ്റെ അമ്മ എൻ്റെ തലയിൽ വീണു. ഇനി അവനും വീഴും. ചിലവുണ്ട് മോളെ. എന്നാൽ ഇന്ന് തന്നെ നടത്താം. എന്തു പറയുന്നു? എന്നാൽ എന്തെങ്കിലും പമ്പിലേക്ക് പോയാൽ മതി. ഓക്കെ മോളെ. കാത്തു, ഏട്ടൻ പോയി വന്നോ? ദാ ഇത് പിടിക്ക്. എന്താ ഏട്ടാ ഇത്? ബുക്സ്. ബുക്കോ? അതെ, നിന്നെ ഞാൻ ഡിഗ്രിക്ക് ചേർത്തു. അമ്മായി വിടില്ലെന്ന് അറിഞ്ഞിട്ട് എന്തിനാ ഏട്ടാ? ഡി പൊട്ടി, ഞാൻ നിന്നെ ഡിസ്റ്റൻ്റായി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കോളേജിൽ പോകാതെ വീട്ടിലിരുന്ന് പഠിക്കാം. എക്സാം മാത്രം കോളേജിൽ പോയി എഴുതിയാൽ മതി. പിന്നെ കോളേജുകൾ പഠിപ്പിക്കുന്നതിൻ്റെ ഓഡിയോ ക്ലാസ് ഫോണിൽ അയക്കും. അപ്പം നിനക്കത് കേട്ട് പഠിക്കാം. പിന്നെ ബുക്സ് ഒന്നും അമ്മയ്ക്കും ലച്ചുവിനും കാണണ്ട. രാത്രി ഇരുന്ന് പഠിച്ചാൽ മതി. പിന്നെ രാവിലെ കുറച്ച് സമയവും. ഏട്ടനോട് ഞാൻ അങ്ങനെ നന്ദി പറയുക. നിന്റെ നന്ദിയൊക്കെ നിന്റെ കയ്യിൽ വെച്ചോ. പിന്നെ ഇതാ ഇത് ഫോണാണ്. ഇതിലെ കാര്യങ്ങളെ ഞാൻ പറഞ്ഞു തരാം. ഇതിലേക്കായിരിക്കും ക്ലാസ്സൊക്കെ അയക്കുക. അത് കേട്ടതും കാത്തു കരയാൻ തുടങ്ങി. അയ്യേ, എൻ്റെ കാത്തുമോള് കരയാണോ? സന്തോഷം കൊണ്ടേട്ടാ. എന്നെ ചേർത്ത് പിടിക്കാൻ ഏട്ടെങ്കിലെങ്കിലും ഉണ്ടല്ലോ. മതി കരഞ്ഞത്. ഇതെല്ലാം റൂമിലേക്ക് വെക്കാൻ നോക്ക്. പിന്നെ ഇതിൽ കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെയാ. ഇതൊന്നും വേണ്ടായിരുന്നു ഏട്ടാ. എൻ്റെ അനിയത്തി കുട്ടിക്ക് ഞാൻ തരുന്നതല്ലേ. വേഗം കൊണ്ട് വെച്ച് വാ. ഞാനേ പോയി ഫ്രഷായി വരാം. ശരി ഏട്ടാ. ചിത്ര, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? നിനക്ക് നന്നായിട്ടുണ്ട്. ഇനി പറ. നിൻ്റെയും നന്നായിട്ടുണ്ട്. അല്ല, ലച്ചു റെഡിയായി വന്നില്ലേ? ഇപ്പോൾ വരും. അവളുടെ ഫ്ലാറ്റ് എന്ത് ഭംഗിയാ. ശരിയാ. ദാ ലച്ചു വരുന്നു. ലച്ചു, നീ പൊളിച്ചു. പക്ഷെ ഡ്രസ്സിന് നല്ല ടൈറ്റാണല്ലോ. ഇങ്ങനത്തെ ഡ്രസ്സ് എനിക്കിഷ്ടം. പിന്നെ നമ്മൾ പോകുന്നത് പമ്പിലേക്കാണ്. അതും ദേവജിത്തിൻ്റെ. ദേവജിത്ത് അവിടെ ഉണ്ടാവുമോ? അറിയില്ല ഗൗരി. എന്നാൽ നമുക്ക് ഉറങ്ങിയാലോ? പിന്നെ 3 പേരും കൂടെ ഇറങ്ങി പമ്പിലെത്തിയതും അവരകത്തേക്ക് കയറി ഡ്രിങ്ക്സ് കുടിച്ച് ഓവറായി അവർ ഡാൻസിലേക്ക് കടന്നതും പെട്ടെന്ന് അടിയാടി ലച്ചു വീഴാൻ പോയി. അപ്പോഴേക്കും ആരും അവളെ വീഴാതെ പിടിച്ചു. ദേവജിത്തിൻ്റെ മുഖം അവളുടെ കണ്ണിലുടക്കിയതും അവൾ അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണിൽ ദേവൻ്റെയും മുഖം തെളിഞ്ഞതും അവൾ അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, ദേവ, ഐ ലവ് യു. അവൻ അവളെ ആകമാനം നോക്കി. അവൾ അവിടെയുള്ള ചെയറിലേക്ക് തള്ളിയിട്ട് പുറത്തേക്ക് നടന്നു. ദേവ. എന്താ കാവ്യ? ദേവ, നീ പോവാണോ? എൻ്റെ കാര്യം അന്വേഷിക്കാൻ നീ ആരടി? ഞാൻ നിൻ്റെ അല്ലേ. മാറി നിൽക്കടി മുമ്പിന്ന്. ദേവ, എന്താടാ നീ ഇത്ര ദേഷ്യത്തിൽ? നീ വണ്ടിയെടുക്ക്. അവൻ്റെ മൂഡ് ഓക്കെ അല്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാവും നല്ലത്. കാത്തുമോളെ. എന്താ ഏട്ടാ? നിൻ്റെ പണി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു ഏട്ടാ. എന്നാൽ ഫോൺ എടുത്തോണ്ട് വാ. ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം. അമ്മായി കണ്ടാലോ ഏട്ടാ? അമ്മ ഉറക്ക. പിന്നെ ഞാൻ പുറത്തുനിന്ന് വാതിലടച്ചിട്ടുണ്ട്. ലച്ചു എവിടെ പോയോ ആവോ? ചേച്ചി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി എന്നാ പറഞ്ഞത്. അവൾക്ക് കുറച്ച് കറക്കം കൂടിയിട്ടുണ്ട്. അവസാനം വല്ല കുഴിയിൽ ചാടാതിരുന്നാൽ മതിയായിരുന്നു. മോള് പോയി ഫോൺ കൊണ്ടുവാ. പിന്നെ അവൻ അവൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതും അവർ 2 പേരും റൂമിലേക്ക് പോയി. ഈ സമയം ദേവ വീട്ടിലെത്തിയതും അച്ഛമ്മ അവൻ്റെ അടുത്തേക്ക് വന്നു. മോനെ ദേവ. അച്ഛമ്മ എപ്പോൾ വന്നു? കുറച്ച് നേരമായി കുട്ടിയെ. ഇനി എന്നാ പോകുന്നത്? നാളെ ഇറങ്ങും. അച്ഛമ്മയുടെ ഈ അമ്പലം ചുറ്റൽ കഴിഞ്ഞില്ലേ ഇതുവരെ? പോടാ ചെക്ക, കളിയാക്കാതെ. പിന്നെ നീ വേഗം ഒരു വിവാഹം കഴിക്കണം. വിവാഹത്തെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. എന്ന് ഇനി ചിന്തിക്കണം. മനസ്സിലായോ? അമ്മേ, ഞാനൊരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. ഏത് തറവാടാ? തമ്പുരാൻ മഠം. അവരും ബിസിനസ് കുടുംബമല്ലേ? അതേ അമ്മേ. 2 ആണും 1 പെണ്ണും ഉള്ളത്. എന്നാൽ അത് തന്നെ നോക്കാം. എന്താ ജിത്തു നിൻ്റെ അഭിപ്രായം? അച്ചമ്മ പറയുന്നത് പോലെ. എന്നാൽ നാളെ തന്നെ അവരുടെ വീട്ടിൽ പോയി ചോദിക്കാം. അച്ചമ്മേ, എന്നാൽ ഞാൻ പോയി ഫ്രഷ് ആവട്ടെ. ശരി മോനെ. നോക്കമ്മേ, എന്നെ അവൻ മൈൻഡ് പോലും ചെയ്യാതെ പോയത്. അതിന് നീ അമ്മയുടെ കടമ ചെയ്യുന്നുണ്ടോ? അവനെ സ്നേഹിക്കേണ്ട പ്രായത്തെ ചേർത്ത് പിടിക്കാമായിരുന്നു. പക്ഷേ നീ 2ാനമ്മയായി മാത്രം അവനെ കണ്ടത്. ഞാനൊന്നും പറയുന്നില്ല. ഇതും പറഞ്ഞ ആ സ്ത്രീ ചാടിത്തുള്ളി പോയതും അച്ചമ്മ റൂമിലേക്ക് നടന്നു. ഈ സമയം രേണുക ലച്ചു എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് കോളാക്കി. എടുക്കുന്നില്ല എന്ന് കണ്ടതും അവർ ഫോൺ മാറ്റിവെച്ച് കിടന്നു. രാവിലെ ലച്ചു എഴുന്നേറ്റതും ഫോൺ എടുത്ത് നോക്കി. ദേവിൻ്റെ അമ്മയുടെ കോള് കണ്ടതും തിരിച്ചു വിളിച്ചു. ആൻറ്റി, എന്താ വിളിച്ചത്? ഞങ്ങൾ ഇന്ന് മോളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്തിന്? മോളെ ഞങ്ങളുടെ ദേവമോനൻ തരുമെന്ന് ചോദിക്കാൻ. സത്യമാണോ ആൻറ്റി? അതേ മോളെ. ദേവ് വിവാഹത്തിന് സമ്മതിച്ചോ? അവൻ സമ്മതിച്ചു. അപ്പം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് അവിടെ എത്തും. അപ്പോൾ വെക്കട്ടെ, നേരിട്ട് കാണാം. ഫോൺ വെച്ചതും ലച്ചു ചിത്രയെയും ഗൗരിയെയും വിളിച്ചു. എന്താ ലച്ചു? ദേവജിത്ത് ഇന്ന് എന്നെ കാണാൻ വരും, പെണ്ണ് ചോദിക്കാൻ.
സത്യാണോ? അതെ, അവൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങുക. ശരിടി. ഈ സമയം ലച്ചു വീട്ടിലെത്തിയതും അമ്മയോട് പറഞ്ഞു. എന്നാലും മോളെ, നീ എങ്ങനെ അവൻ്റെ അമ്മയെ കറക്കിയെടുത്തു? അതൊക്കെ നിസ്സാരമല്ലേ. പിന്നെ അവർ വരുന്ന സമയത്ത് ആ കറുമ്പ് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അവളെ ഞാൻ മാറ്റാം, അതുപോലെ നിച്ചുവിനെയും. ശരി അമ്മേ, എന്ന് ഞാൻ പോയി ഒരുങ്ങിയിട്ട് വരട്ടെ. ഡീ പെണ്ണേ. എന്താ അമ്മായി? ഇത് വീട്ടിലേക്ക് വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റാണ്. ഇത് കുറേ ഉണ്ടല്ലോ. ഇതൊന്നും ഇവിടുത്തെ കടയിൽ നിന്ന് കിട്ടില്ല. എന്താ കാർത്തു? നിച്ചു, നീ ഇവളുടെ കൂടെ കടയിലേക്ക് പോയി വാ. കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ട് പിന്നെ കുറച്ചു തരാൻ വൈകും. എന്താന്ന് വെച്ചാൽ ചെയ്യ്. കാർത്തു, പോയി ഡ്രസ്സ് മാറി വാ നീ. ശരി ഏട്ടാ. നിച്ചു കൂടെ ഡ്രസ്സ് മാറാൻ പോയതും അവൻ്റെ അമ്മ പുച്ഛത്തോടെ ചിരിച്ചു. അവർ വീട്ടിൽ നിന്നിറങ്ങിയതും നവീൻ്റെ കാറ് വന്നു നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞതും ദേവിൻ്റെ കാറും അവിടെ എത്തി. ലച്ചു ചായ കൊണ്ട് അവരുടെ അടുത്ത് പോയതും ദേവ അവളെ നോക്കി.